Hi all, +1 Botany Chapter Respiration in Plants include focus area portions ഇന്നത്തെ class. Focus area include first topic glycolysis. Glucose breakdown ചെയ്ത് energy form ചെയ്യുന്ന process glycolysis. So glycolysis ആവശ്യമായ glucose എങ്ങനെയാണ് plants form ചെയ്യുന്നത്? Listen, in plants sucrose is formed after photosynthesis. പ്ലാന്റ്സിൻ്റെ കേസിൽ ഫോട്ടോസിന്തസിസിന് ശേഷം ഉണ്ടാവുന്ന പ്രോഡക്റ്റാണ് സൂക്രോസ്. സൂക്രോസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ബൈ ദ എൻസൈം ഇൻവേർട്ടേസ്. ഇൻവേർട്ടേസ് എന്ന എൻസൈമിൻ്റെ സഹായത്തോടു കൂടി സൂക്രോസ് എന്തായി കൺവേർട്ട് ചെയ്യുന്നു? ഗ്ലൂക്കോസും ഫ്രക്ടോസുമായി കൺവേർട്ട് ചെയ്യുന്നു. ഗ്ലൂക്കോസ് ഈസ് ഡിറൈവ്ഡ് ഫ്രം സ്റ്റോറേജ് കാർബോഹൈഡ്രേറ്റ്സ് ഓൾസോ. പ്ലാന്റിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള കാർബോഹൈഡ്രേറ്റിൽ നിന്നും ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നുണ്ട്. Glucose and fructose then enter the glycolytic pathway. ഗ്ലൂക്കോസും ഫ്രക്ടോസും നെക്സ്റ്റ് ഗ്ലൈക്കോലിറ്റിക് പാത്വേയിലേക്ക് എൻറ്റർ ചെയ്യും. അതായത് ഗ്ലൈക്കോലിസിസ് നടക്കും. ദാറ്റ് ഈസ് ഫോട്ടോസിന്തസിസ് കഴിഞ്ഞുണ്ടാകുന്ന എൻഡ് പ്രോഡക്റ്റ് ആണ് സൂക്രോസ്. സൂക്രോസിൽ നിന്നാണ് ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നത്. ഇൻവേർട്ടേസ് എന്ന എൻസൈമിൻ്റെ സഹായത്തോടു കൂടി സൂക്രോസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസും ഫ്രക്ടോസുമായി മാറുന്നു. ഈ ഗ്ലൂക്കോസും ഫ്രക്ടോസും നെക്സ്റ്റ് ഗ്ലൈക്കോലിറ്റിക് പാത്വേയിലേക്ക് എൻറ്റർ ചെയ്യും. പ്ലാന്റ്സിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള കാർബോഹൈഡ്രേറ്റിൽ നിന്നും ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ വാട്ട് ഈസ് ഗ്ലൈക്കോലിസിസ്? ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് ഗ്ലൈക്കോലിസിസ്. സോ ഗ്ലൈക്കോലിസിസ്, ഇൻ ദിസ് പ്രോസസ് ഗ്ലൂക്കോസ് അണ്ടർഗോസ് പാർഷ്യൽ ഓക്സിഡേഷൻ ടു ഫോം 2 molecules of pyruvic acid. In glycolysis process, glucose undergoes oxidation and produce 2 molecules of pyruvic acid. ഗ്ലൂക്കോസ് പാർഷ്യൽ ഓക്സിഡേഷൻ നടന്ന് 2 പൈറുവിക് ആസിഡ് മോളിക്യൂൾ ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് ഗ്ലൈക്കോലിസിസ്. ഗ്ലൂക്കോസ് പാർഷ്യലായി ബ്രേക്ക് ഡൗൺ ചെയ്ത് പൈറുവിക് ആസിഡ് ഫോം ചെയ്യുന്നു. എത്ര മോളിക്യൂൾ പൈറുവിക് ആസിഡ് ആണ് ഫോം ചെയ്യുന്നത്? 2 മോളിക്യൂൾ പൈറുവിക് ആസിഡ് ഫോം ചെയ്യുന്നു. സോ ഗ്ലൂക്കോസ് മോളിക്യൂളിൽ നിന്നും പൈറുവിക് ആസിഡ് ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് ഗ്ലൈക്കോലിസിസ്. ഇറ്റ് ഒക്യൂർസ് ഇൻ സൈറ്റോപ്ലാസം ഓഫ് ദ സെൽ. ഗ്ലൈക്കോലിസിസ് നടക്കുന്നത് സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ വെച്ചാണ്. ഓക്കെ, ഇറ്റ് ഒക്യൂർസ് ഇൻ സൈറ്റോപ്ലാസം ഓഫ് ദ സെൽ. ദ സ്കീം ഓഫ് ഗ്ലൈക്കോലിസിസ് വാസ് ഗിവൺ ബൈ 3 സയൻറ്റിസ്റ്റ്, ഗുസ്റ്റാവ് എംഡൻ, ഓട്ടോ മേയർഹോഫ്, ജെ പാർനാസ്. ഗ്ലൈക്കോലിസിസ് എന്ന് പറയുന്നത് ഒരു 10 സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഈ പ്രോസസ്സ് പ്രൊപ്പോസ് ചെയ്തത് 3 സയൻറ്റിസ്റ്റ് ചേർന്നാണ്, ഗുസ്റ്റാവ് എംഡൻ, ഓട്ടോ മേയർഹോഫ് ആൻഡ് ജെ പാർനാസ്. സോ ഓഫൺ റെഫേർഡ് ടു ആസ് ദ EMP പാത്വേ. അതുകൊണ്ട് ഗ്ലൈക്കോലിസിസിന് മറ്റൊരു പേര് കൂടിയുണ്ട്, EMP പാത്വേ. ഇ എന്നത് എംഡൻ, എം എന്നത് മേയർഹോഫ്, പി എന്നത് പാർനാസ് എന്നാണ് സൂചിപ്പിക്കുന്നത്. സോ 3 സയൻറ്റിസ്റ്റിൻ്റെയും പേരിൻ്റെ ലെറ്റർ ചേർത്താണ് EMP പാത്വേ എന്ന പേര് വന്നത്. സോ ഗ്ലൈക്കോലിസിസ് ഈസ് ഓൾസോ കോൾഡ് EMP പാത്വേ. The term glycolysis has originated from the Greek words glykos for sugar and lysis for splitting. Glycolysis എന്ന ടേം ഒറിജിനേറ്റ് ചെയ്തത് ഗ്രീക്ക് ലാംഗ്വേജിൽ നിന്നാണ്. ഗ്ലൈക്കോസ് എന്ന വേർഡും ലൈസിസ് എന്ന വേർഡും കൂടി ചേർന്നാണ് ഗ്ലൈക്കോലിസിസ് എന്ന ടേം ഫോം ചെയ്തത്. ഗ്ലൈക്കോസ് എന്ന് പറഞ്ഞാൽ ഷുഗർ, ദാറ്റ് ഈസ് ഗ്ലൂക്കോസ്. ലൈസിസ് എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റിംഗ്, സ്പ്ലിറ്റിംഗ് മീൻസ് ബ്രേക്ക് ഡൗൺ. സോ ഗ്ലൈക്കോലിസിസ് എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റിംഗ് ഓഫ് ഷുഗർ, സ്പ്ലിറ്റിംഗ് ഓഫ് ഗ്ലൂക്കോസ് ഓർ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സാണ് ഗ്ലൈക്കോലിസിസ്. ഗ്ലൈക്കോലിസിസ് എന്ന് പറയുന്നത് 10 സ്റ്റെപ്സ് ഉള്ള പ്രോസസ്സാണെന്ന് പറഞ്ഞു. സോ ലെറ്റ് us സ്റ്റഡി ദ സ്റ്റെപ്സ് ഓഫ് ഗ്ലൈക്കോലിസിസ്. ഫസ്റ്റ് സ്റ്റെപ്പ്, ഗ്ലൂക്കോസ് ഈസ് ഫോസ്ഫോറിലേറ്റഡ് ടു ഗിവ് റൈസ് ടു ഗ്ലൂക്കോസ് 6-phosphate ബൈ ദ ആക്ടിവിറ്റി ഓഫ് ദ എൻസൈം ഹെക്സോകൈനേസ് ആൻഡ് ATP ഈസ് യൂട്ടിലൈസ്ഡ് ഹിയർ. ഗ്ലൂക്കോസ് ഫോസ്ഫോറിലേറ്റഡ് ആയി ഗ്ലൂക്കോസ് 6-phosphate ഫോം ചെയ്യും. ഫോസ്ഫോറിലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്തു എന്നാണ് മീനിങ്. സോ ഗ്ലൂക്കോസ് 6 കാർബൺ മോളിക്യൂളാണ്. 6 കാർബൺ മോളിക്യൂളായ ഗ്ലൂക്കോസിലേക്ക് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യപ്പെടുന്നു. ഓക്കെ, സോ ഗ്ലൂക്കോസ് 6-phosphate ഫോം ചെയ്യുന്നു. ഈ പ്രോസസ്സിന് സഹായിക്കുന്ന എൻസൈമാണ് ഹെക്സോകൈനേസ്. ഇവിടെ ഒരു ATP യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ കാണാം ATP ADP ആയി മാറുന്നുണ്ട്. ATP മീൻസ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. 3 ഫോസ്ഫേറ്റ് ഉണ്ട്. അതിൽ നിന്നും ഒരു ഫോസ്ഫേറ്റ് റിമൂവ് ചെയ്തു. ഏത് പ്രോഡക്റ്റ് ഫോം ചെയ്തു?
ADP ഫോം ചെയ്തു, അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ്. ഓക്കെ, ഈ റിമൂവ് ചെയ്ത ഫോസ്ഫേറ്റ് ആണ് ഗ്ലൂക്കോസിലേക്ക് ആഡ് ചെയ്യുന്നതും അതിനുശേഷം ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഫോം ചെയ്യുന്നതും. ദാറ്റ് ഈസ് നമ്മൾ ആദ്യം പറഞ്ഞു ഗ്ലൂക്കോസ് ഈസ് ഫോസ്ഫോറിലേറ്റഡ് ടു ഗിവ് റൈസ് ടു ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്. ഫോസ്ഫോറിലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. സോ ഗ്ലൂക്കോസിലേക്ക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്തു, ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഫോം ചെയ്തു. ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എവിടെ നിന്നാണ്? ATP ADP ആയി മാറുന്നുണ്ട്. സോ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ് ഗ്ലൂക്കോസിലേക്ക് ആഡ് ചെയ്യുന്നത്. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് എന്ന് പറയാൻ കാരണം ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നത് 6ാമത്തെ കാർബണിലേക്കാണ്. ഓക്കെ, അതുകൊണ്ട് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് എന്ന് പറയും. സോ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റും 6 കാർബൺ കോമ്പൗണ്ട് ആണ്. സെക്കൻഡ് സ്റ്റെപ്പ്, ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് then isomerizes to produce fructose 6 ഫോസ്ഫേറ്റ്. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് എന്ന കോമ്പൗണ്ട് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആയി മാറുന്നു. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഐസോമറൈസ് ചെയ്ത് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആയി മാറുന്നു. ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റും 6 കാർബൺ കോമ്പൗണ്ട് ആണ്. തേർഡ് സ്റ്റെപ്പ്, ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് is again phosphorylated to form fructose 1,6 bis phosphate and ATP is utilized here. ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ഫോസ്ഫോറിലേറ്റഡ് ആയി, ദാറ്റ് ഈസ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്ത് ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ഫോം ചെയ്യുന്നു. ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റിൻ്റെ 1ാമത്തെ കാർബണിലേക്കാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് എന്ന കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. സോ ഇവിടെയും ATP ഉപയോഗിക്കുന്നുണ്ട്, ATP യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ATP ബ്രേക്ക് ഡൗൺ ചെയ്ത് ADP ആൻഡ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ഫോം ചെയ്യുന്നു. ഈ ഫോസ്ഫേറ്റ് ആണ് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റിൻ്റെ 1ാമത്തെ കാർബണിലേക്ക് ആഡ് ചെയ്യുന്നതും ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ഫോം ചെയ്യുന്നതും. നെക്സ്റ്റ് സ്റ്റെപ്പ്, ദ ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ഈസ് സ്പ്ലിറ്റ് ആൻഡ് ഫോം 2 ട്രയോസ് ഫോസ്ഫേറ്റ്, ദാറ്റ് ഈസ് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ആൻഡ് ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ്, ദാറ്റ് ഈസ് 3-phosphoglyceraldehyde or 3-PGAL. They are interconvertible forms. 6 കാർബൺ കോമ്പൗണ്ടായ ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് സ്പ്ലിറ്റ് ചെയ്ത് 3 കാർബണുള്ള 2 കോമ്പൗണ്ട്സ് 2 ട്രയോസ് ഫോസ്ഫേറ്റ് ഫോം ചെയ്യുന്നു. ദാറ്റ് ഈസ് 3 കാർബണുള്ള ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റും 3 കാർബണുള്ള ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും ഫോം ചെയ്യുന്നു. ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റിന് മറ്റൊരു പേര് കൂടിയുണ്ട്, 3-phosphoglyceraldehyde അല്ലെങ്കിൽ 3-PGAL എന്ന് കൂടി പറയും. ആൻഡ് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ഓർ DHAP. ഇവിടെ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റിനും ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റിനും ഇടയിലായി ഡബിൾ ഹെഡഡ് ആരോ മാർക്ക് കാണുന്നുണ്ട്. എന്താണത് സൂചിപ്പിക്കുന്നത്? ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആയി മാറാനും ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ആയി മാറാനും സാധിക്കും. ഇവിടെ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് അതേ ഫോമിൽ തന്നെ നിന്നാൽ പൈറുവിക് ആസിഡ് ഫോം ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് മോളിക്യൂളായി കൺവേർട്ട് ചെയ്യുന്നു. സോ ഇപ്പോൾ ഇവിടെ എത്ര ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് മോളിക്യൂൾ ഉണ്ട്? ഓൾറെഡി ഒരെണ്ണം ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റിൽ നിന്നും ഫോം ചെയ്തു. ഇപ്പോൾ രണ്ടാമത്തേത് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റിൽ നിന്നും ഫോം ചെയ്തു. സോ 2 മോളിക്യൂൾ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ഫോം ചെയ്തു. ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ഓർ 3-PGAL is converted to 1,3 bis-phosphoglyceric acid. NAD+ changes to NADH+ H+. 2 മോളിക്യൂൾ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റിൽ നിന്നാണ് നെക്സ്റ്റ് ഉള്ള കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. സോ ഇനിയുള്ള കോമ്പൗണ്ട്സ് പറയുന്ന സമയത്ത് 2 എണ്ണം ഫോം ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഓർമ്മ വേണം. ഓക്കെ, സോ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റിൽ നിന്നും 2 മോളിക്യൂൾ 1,3 bis-phosphoglyceric ആസിഡ് ഫോം ചെയ്യും. ഓക്കെ, അതാണ് 2 എന്ന് കാണിച്ചിരിക്കുന്നത്. സോ ഇനിയുള്ള കോമ്പൗണ്ടൊക്കെയും 2 എണ്ണം വീതം ഫോം ചെയ്യുന്നുണ്ട്. ഇവിടെ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റിൽ നിന്നും 2 മോളിക്യൂൾ 1,3 bis-phosphoglyceric ആസിഡ് ഫോം ചെയ്യും. ഇവിടെ ഓർത്ത് വെക്കണം NAD+, NADH+, H+ ആയി മാറുന്നുണ്ട്. 1,3 bis-phosphoglyceric acid is converted into 3-phosphoglyceric acid, that is 3-PGA. Here an ATP is produced.
1,3-ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡിൽ നിന്നും ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂൾ നഷ്ടപ്പെടുന്നു. അതിനുശേഷം 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഫോം ചെയ്യുന്നു. നഷ്ടപ്പെട്ട ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ADP സ്വീകരിക്കുന്നു. ദാറ്റ് ഈസ് അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ സ്വീകരിക്കുന്നു. നെക്സ്റ്റ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് 3 ഫോസ്ഫേറ്റ് ഉള്ള ATP ആയി മാറുന്നു. ദാറ്റ് ഈസ് 1,3-ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡിൽ നിന്നും ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂൾ നഷ്ടപ്പെടുന്നു. അതിനുശേഷം 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഫോം ചെയ്യുന്നു. നഷ്ടപ്പെട്ട ഫോസ്ഫേറ്റ് മോളിക്യൂളും ADPയും കമ്പൈൻ ചെയ്ത് ATP ഫോം ചെയ്യുന്നു. ദാറ്റ് ഈസ് എനർജി ഫോം ചെയ്യുന്നു. ഇതിനു മുമ്പ് പറഞ്ഞ സ്റ്റെപ്പിൽ എനർജി യൂട്ടിലൈസേഷൻ ആണ് നടന്നത്. ATP യൂട്ടിലൈസ് ചെയ്തതാണ്. ഇവിടെ എനർജി ഓർ ATP ഫോം ചെയ്തു. ഇവിടെ 2 മോളിക്യൂൾ 1,3-ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആണ് 2 മോളിക്യൂൾ 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡായി മാറിയത്. സോ എത്ര ATP ഫോം ചെയ്യുന്നുണ്ട്? 2 മോളിക്യൂൾ ATP ഫോം ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഈസ് കൺവേർട്ടഡ് ടു ഫോം 2-ഫോസ്ഫോഗ്ലിസറേറ്റ്. ദാറ്റ് ഈസ് 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡിലുള്ള ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് മൂന്നാമത്തെ കാർബണിലുള്ള ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് രണ്ടാമത്തെ കാർബണിലേക്ക് മൂവ് ചെയ്യും. സോ 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് 2-ഫോസ്ഫോഗ്ലിസറേറ്റ് ആയി മാറും. നെക്സ്റ്റ് 2-ഫോസ്ഫോഗ്ലിസറേറ്റ് ഈസ് കൺവേർട്ടഡ് ടു 2-ഫോസ്ഫോഇനോൾ പൈറുവേറ്റ്സ്. ദിസ് ഹാപ്പൻസ് വിത്ത് ദ ലോസ് ഓഫ് എ വാട്ടർ മോളിക്യൂൾ. 2-ഫോസ്ഫോഗ്ലിസറേറ്റ് എന്തായി കൺവേർട്ട് ചെയ്യും? ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് ആയി കൺവേർട്ട് ചെയ്യും. 2 മോളിക്യൂൾ ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് ഫോം ചെയ്യും. ദാറ്റ് ഈസ് 2-ഫോസ്ഫോഗ്ലിസറേറ്റിൽ നിന്നും വാട്ടർ മോളിക്യൂൾ നഷ്ടപ്പെടുന്നു. ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് ഫോം ചെയ്യുന്നു. നെക്സ്റ്റ് 2-ഫോസ്ഫോഇനോൾ പൈറുവേറ്റ്സ് കൺവേർട്ടഡ് ടു 2-പൈറുവിക് ആസിഡ്. ഹിയർ ആൻ ATP ഈസ് പ്രൊഡ്യൂസ്ഡ്. 2 ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് മോളിക്യൂൾസും പൈറുവിക് ആസിഡായി കൺവേർട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഫോസ്ഫോഇനോൾ പൈറുവേറ്റിൽ നിന്നും ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് നഷ്ടപ്പെടുന്നു. പൈറുവിക് ആസിഡ് ഫോം ചെയ്യുന്നു. നഷ്ടപ്പെട്ട ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ADP സ്വീകരിക്കുന്നു. ദാറ്റ് ഈസ് അഡിനോസിൻ ഡൈഫോസ്ഫേറ്റിൻ്റെ കൂടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നു. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഫോം ചെയ്യുന്നു. ദാറ്റ് ഈസ് എനർജി ഫോർമേഷൻ നടക്കുന്നു. ദാറ്റ് ഈസ് ഗ്ലൈക്കോലിസിസ് കംപ്ലീറ്റ് ചെയ്തു. ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസിൽ നിന്നും 2 പൈറുവിക് ആസിഡ് ഫോം ചെയ്തു. ഇനി എത്ര ATP ഫോം ചെയ്തു എന്ന് നോക്കണം. അതേപോലെ എത്ര ATP യൂസ് ചെയ്തു എന്നുകൂടി നോക്കാം. ഇവിടെ കാണാം 2 പ്രാവശ്യം ATP മോളിക്യൂൾസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് ADP ഫോം ചെയ്യുന്നുണ്ട്. അതായത് ATP യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ATP ഉപയോഗിക്കുന്നുണ്ട് 2 പ്രാവശ്യം. ഇവിടെ 1,3-ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് 2 മോളിക്യൂൾ 1,3-ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് 2 മോളിക്യൂൾ 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആവുന്ന സമയത്ത് 2 മോളിക്യൂൾ ADP 2 മോളിക്യൂൾ ATP ആയി മാറുന്നുണ്ട്. സോ ഇവിടെ 2 ATP ഫോം ചെയ്തു. നെക്സ്റ്റ് ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് പൈറുവിക് ആസിഡായി മാറുന്ന സമയത്തും 2 മോളിക്യൂൾ ADP യൂസ് ചെയ്യുന്നുണ്ട്. 2 മോളിക്യൂൾ ATP ഫോം ചെയ്യുന്നുണ്ട്. സോ ടോട്ടൽ 4 ATP മോളിക്യൂൾസ് ഫോം ചെയ്യുന്നുണ്ട്. അതിൽ 2 ATP മോളിക്യൂൾസ് നേരത്തെ സ്റ്റെപ്പിൽ യൂസ് ചെയ്തു. സോ ബാക്കി വരുന്നത് 2 ATP മോളിക്യൂൾസ് ആണ്. ഗ്ലൈക്കോലിസിസിന് ശേഷം പൈറുവിക് ആസിഡ് ഫോം ചെയ്യുന്നു. അതിനുശേഷം പൈറുവിക് ആസിഡിന് എന്താണ് സംഭവിക്കുന്നത്? പൈറുവിക് ആസിഡ് എയറോബിക്കായും അനേറോബിക്കായും ബ്രേക്ക് ഡൗൺ ചെയ്യാം. അനേറോബിക് ഓർഗാനിസംസിൻ്റെ കേസിൽ പൈറുവിക് ആസിഡ് 2 രീതിയിൽ യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ദാറ്റ് ഈസ് ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ ആൻഡ് ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ. ദാറ്റ് ഈസ് ലെറ്റ് us study about fermentation. There is 2 other fate for pyruvic acid under anaerobic condition. Anaerobic organismsന്റെ കേസിൽ അല്ലെങ്കിൽ അനേറോബിക് കണ്ടീഷനിൽ പൈറുവിക് ആസിഡ് 2 രീതിയിൽ യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ ആൻഡ് ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ. ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ, the pyruvic acid is converted to carbon dioxide and ethanol. ആൽക്കഹോളിക് ഫെർമെൻറ്റേഷനിൽ പൈറുവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും എത്തനോളുമായി കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, സോ പൈറുവിക് ആസിഡ് ഈസ് കൺവേർട്ടഡ് ടു carbon dioxide and ethanol. The enzymes pyruvic acid decarboxylase and alcohol dehydrogenase catalyze these reactions. ഈ റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യുന്ന സ്പീഡപ്പ് ചെയ്യുന്ന എൻസൈംസ് ആണ് പൈറുവിക് ആസിഡ് ഡീകാർബോക്സിലേസും ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസും. NADH+H+ is reoxidized to NAD+. NADH2 എന്തായി മാറുന്നുണ്ട്? NAD+ ആയി മാറുന്നുണ്ട്. എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് ഈസ്റ്റ്. സോ ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ നടക്കുന്നത് അതിനൊരു എക്സാമ്പിളാണ് ഈസ്റ്റ്. ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ, ദ പൈറുവിക് ആസിഡ് ഈസ് കൺവേർട്ടഡ് ടു ലാക്റ്റിക് ആസിഡ്
by lactate dehydrogenase enzyme. ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനിൽ പൈറുവിക് ആസിഡ് ലാക്റ്റിക് ആസിഡായി മാറും. ഓക്കെ, ഈ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന സഹായിക്കുന്ന എൻസൈമാണ് ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈം. NADH plus H plus is reoxidized to NAD plus. സോ ഇവിടെയും NAD plus ഫോം ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ സം ബാക്ടീരിയ ആൻഡ് ഇൻ അനിമൽ മസിൽസ്. അനിമൽസിൻ്റെ കേസിൽ എയറോബിക് റെസ്പിറേഷൻ ആണ്. പക്ഷേ എനൈറോബിക് റെസ്പിറേഷൻ മസിൽസിൽ നടക്കുന്നുണ്ട്. ഇൻ വിച്ച് കണ്ടീഷൻ? ഡ്യൂറിങ് എക്സസൈസ് പൈറുവിക് ആസിഡ് ഈസ് റെഡ്യൂസ്ഡ് ടു ലാക്റ്റിക് ആസിഡ്. ഇറ്റ് ടേക്സ് പ്ലേസ് ബിക്കോസ് ഓഫ് ഇൻഅഡിക്വസി ഓഫ് ഓക്സിജൻ. സോ നമ്മുടെ ബോഡി കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്താൽ ഓക്സിജൻ അവൈലബിലിറ്റി കുറയും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മുടെ ബോഡി എനൈറോബിക് റെസ്പിറേഷനെ ഡിപ്പെൻഡ് ചെയ്യും. സോ എനൈറോബിക് റെസ്പിറേഷന് ശേഷം ലാക്റ്റിക് ആസിഡ് ഫോം ചെയ്യും. അതായത് ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷന് ശേഷം ലാക്റ്റിക് ആസിഡ് ഫോം ചെയ്യും. ഈ ലാക്റ്റിക് ആസിഡ് മസിൽസിൽ അക്യുമുലേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് കൂടുതൽ വർക്ക് ചെയ്താൽ നമുക്ക് മസിലിൻ്റെ അകത്തൊരു വേദന പോലെ തോന്നും. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് അക്യുമുലേഷൻ ഓഫ് ലാക്റ്റിക് ആസിഡ്. ഓക്കെ, ആൻഡ് ഇതിന് മസിൽ ഫാറ്റിക് എന്ന് പറയും. ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഫിഗറാണിത്. ഈ റിയാക്ഷൻസ് ഗ്ലൈക്കോലിസിസ് ആണ്. ദാറ്റ് ഈസ് ഗ്ലൂക്കോസ് കൺവേർട്ട് ചെയ്ത് പൈറുവിക് ആസിഡായി മാറുന്നുണ്ട്. ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ ആൻഡ് ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ. സോ പൈറുവിക് ആസിഡ് ഇഥനോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡായി കൺവേർട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ. പൈറുവിക് ആസിഡ് ലാക്റ്റിക് ആസിഡായി മാറുന്നു. ദാറ്റ് ഈസ് ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ. രണ്ട് ഫെർമെൻറ്റേഷനിലും NAD+ ഫോം ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് എയറോബിക് റെസ്പിറേഷൻ. എയറിൻ്റെ പ്രസൻസിൽ പൈറുവിക് ആസിഡിന് എന്ത് സംഭവിക്കുന്നു? എയറോബിക് റെസ്പിറേഷൻ ഒക്യോസ് ഇൻ മൈറ്റോകോൺട്രിയ. സെല്ലിൻ്റെ മൈറ്റോകോൺട്രിയയിൽ വെച്ചാണ് എയറോബിക് റെസ്പിറേഷൻ നടക്കുന്നത്. ദ പൈറുവിക് ആസിഡ് ഫോംഡ് ഡ്യൂറിങ് ഗ്ലൈക്കോലിസിസ് ഈസ് ട്രാൻസ്പോർട്ടഡ് ടു മൈറ്റോകോൺട്രിയ ഫോർ ഫർദർ ബ്രേക്ക് ഡൗൺ. പൈറുവിക് ആസിഡ് ഗ്ലൈക്കോലിസിസിന് ശേഷം ഫോം ചെയ്ത പൈറുവിക് ആസിഡ് മൈറ്റോകോൺട്രിയയിലേക്ക് മൂവ് ചെയ്യുന്നു. അതിനുശേഷം എയറോബിക് റെസ്പിറേഷന് സ്റ്റാർട്ട് ചെയ്യുന്നു. ദ ക്രൂഷ്യൽ ഇവൻറ്റ്സ് ഇൻ എയറോബിക് റെസ്പിറേഷൻ ആർ the complete oxidation of pyruvate by the stepwise removal of all the hydrogen atoms, leaving 3 molecules of carbon dioxide. പൈറുവിക് ആസിഡ് മോളിക്യൂള് കംപ്ലീറ്റ് ആയി ഓക്സിഡേഷൻ നടക്കുന്നു. എങ്ങനെയാണ്? സ്റ്റെപ്പ് വൈസ് ആയി ഹൈഡ്രോജൻ ആറ്റംസ് റിമൂവ് ചെയ്തുകൊണ്ട്. ഓക്കെ, അതിനുശേഷം 3 മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നു. ദിസ് പ്രോസസ് ടേക്സ് പ്ലേസ് ഇൻ ദ മാട്രിക്സ് ഓഫ് മൈറ്റോകോൺട്രിയ. ഈ പ്രോസസ്സ് നടക്കുന്നത് മൈറ്റോകോൺട്രിയയുടെ മാട്രിക്സിൽ വെച്ചാണ്. സോ മൈറ്റോകോൺട്രിയയുടെ സ്ട്രക്ചർ ഓർമ്മ വേണം. ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ഇന്നർ മെംബ്രെയിൻ ഉണ്ട്. അതിനകത്ത് കാണുന്നത് മാട്രിക്സ് ആണ്. സോ ഈ പ്രോസസ്സ് നടക്കുന്നത് മൈറ്റോകോൺട്രിയയുടെ മാട്രിക്സിൽ വെച്ചാണ്. സെക്കൻഡ് ക്രൂഷ്യൽ ഇവൻ്റ് ആണ് ദ പാസിംഗ് ഓൺ ഓഫ് ദ ഇലക്ട്രോൺസ് റിമൂവ്ഡ് ആസ് പാർട്ട് ഓഫ് ദ ഹൈഡ്രോജൻ ആറ്റംസ് ടു മോളിക്കുലാർ ഓക്സിജൻ വിത്ത് സൈമിൾട്ടാനിയസ് സിന്തസിസ് ഓഫ് ATP. ആദ്യത്തെ ഇവൻറ്റിൽ പറഞ്ഞു ഹൈഡ്രോജൻ ആറ്റംസ് റിമൂവ് ചെയ്യുന്നുണ്ട്. സോ ഹൈഡ്രോജൻ ആറ്റംസ് റിമൂവ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് ഉണ്ടാകുന്നുണ്ട്. ഈ ഇലക്ട്രോൺസിനെ മോളിക്കുലാർ ഓക്സിജന് കൊടുക്കുന്നു. ഓക്കെ, അതിൻ്റെ കൂടെ ATP സിന്തസിസും നടക്കുന്നു. ദിസ് പ്രോസസ് ടേക്സ് പ്ലേസ് ഇൻ ദ ഇന്നർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺട്രിയ. ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിനിൽ വെച്ചാണ്. ഇനി പഠിക്കാൻ പോകുന്നത് ഈ 2 ഇവൻറ്റ്സ് ആണ്. ഇതിൽ ആദ്യം പറഞ്ഞ ഇവൻ്റാണ് ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ ഓർ സിട്രിക് ആസിഡ് സൈക്കിൾ. രണ്ടാമത് പറഞ്ഞ ഇവൻ്റാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിളിന് മുമ്പായി നടക്കുന്ന പ്രോസസ്സാണ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ. ദാറ്റ് ഈസ് ദ പൈറുവേറ്റ് ഫൈനൽ പ്രോഡക്റ്റ് ഓഫ് ഗ്ലൈക്കോലിസിസ് ഈസ് ട്രാൻസ്പോർട്ടഡ് ഫ്രം ദ സൈറ്റോപ്ലാസം ഇൻ ടു ദ മൈറ്റോകോൺട്രിയൽ മാട്രിക്സ്. ഗ്ലൈക്കോലിസിസിന് ശേഷം ഫോം ചെയ്ത എൻ പ്രോഡക്റ്റായ പൈറുവിക് ആസിഡ് സൈറ്റോപ്ലാസത്തിൽ നിന്നും മൈറ്റോകോൺട്രിയയുടെ മാട്രിക്സിലേക്ക് മൂവ് ചെയ്യുന്നു. പൈറുവേറ്റ് അണ്ടർഗോസ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ ടു ഫോം അസറ്റൈൽ കോഎൻസൈം A in the presence of pyruvic dehydrogenase. പൈറുവിക് ആസിഡ് ഓർ പൈറുവേറ്റ് ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ നടന്ന് അസറ്റൈൽ കോഎൻസൈം A ആയി മാറുന്നു. ഇതിന് സഹായിക്കുന്ന എൻസൈമാണ് പൈറുവിക് ഡീഹൈഡ്രോജിനേസ്. ഇറ്റ് റിക്വയർസ് കോഎൻസൈം NAD+ ആൻഡ് കോഎൻസൈം A. During this process, 2 molecules of NADH plus H plus are produced from 2 molecules of pyruvic acid. 3 കാർബൺ കോമ്പൗണ്ടായ പൈറുവിക് ആസിഡിൽ നിന്നും ഒരു കാർബൺ ഡൈ ഓക്സൈഡ് നഷ്ടപ്പെടുന്നു. 2 കാർബൺ കോമ്പൗണ്ടായി മാറുന്നു. ഇവിടെ കോഎൻസൈം A പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അസറ്റൈൽ കോഎൻസൈം A എന്ന പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു.
NAD+, NADH+H+ ആയി മാറുന്നു. ഈ പ്രോസസ്സാണ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ. ഓക്സിജൻ്റെ പ്രസൻസിൽ കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യുന്നത് കൊണ്ടാണ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ എന്ന് പറയുന്നത്. The acetyl coenzyme A then enters tricarboxylic acid cycle. സോ ഇവിടെ പൈറുവിക് ആസിഡിൽ നിന്നും ഫോം ചെയ്ത അസറ്റൈൽ കോഎൻസൈം എ നെക്സ്റ്റ് ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിളിലേക്ക് മൂവ് ചെയ്യും. ഈ ഫിഗറിലെ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ പ്രോസസ്സാണ്. ദാറ്റ് ഈസ് പൈറുവിക് ആസിഡ് അസറ്റൈൽ കോഎൻസൈം എ ആയി മാറുന്ന പ്രോസസ്സ്. അസറ്റൈൽ കോഎൻസൈം എ നെക്സ്റ്റ് സിട്രിക് ആസിഡ് സൈക്കിൾ ഓർ ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിളിലേക്ക് എൻറ്റർ ചെയ്യും. നെക്സ്റ്റ് പ്രോസസ്സ് സിട്രിക് ആസിഡ് സൈക്കിളാണ്. ഇവിടെ ഫസ്റ്റ് ഉണ്ടാകുന്ന പ്രോഡക്റ്റ് സിട്രിക് ആസിഡ് ആയതുകൊണ്ടാണ് സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന പേര് വന്നത്. TCA സൈക്കിൾ ഓർ ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ അല്ലെങ്കിൽ ക്രബ് സൈക്കിൾ എന്നും പറയുന്നുണ്ട്. ഈ റിയാക്ഷൻസ് ഒക്കെ ആദ്യമായി കണ്ടെത്തിയത് ഹൻസ് ക്രബ്സ് എന്ന സയൻറ്റിസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ക്രബ് സൈക്കിൾ എന്ന പേര് വന്നത്. ഇനി സിട്രിക് ആസിഡിൽ 3 കാർബോക്സിൽ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ടാണ് ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ എന്ന പേര് വന്നത്. സിട്രിക് ആസിഡ് സൈക്കിളിൽ നടക്കുന്ന ഇവൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, കണ്ടൻസേഷൻ ഓഫ് അസറ്റൈൽ ഗ്രൂപ്പ് വിത്ത് ഓക്സാലോ അസറ്റിക് ആസിഡ് ആൻഡ് സിട്രിക് ആസിഡ് ഈസ് ഫോമഡ്. ദ റിയാക്ഷൻ ഈസ് കാറ്റലൈസ്ഡ് ബൈ ദ എൻസൈം സിട്രേറ്റ് സിന്തേസ് ആൻഡ് എ മോളിക്യൂൾ ഓഫ് കോഎൻസൈം എ ഈസ് റിലീസ്ഡ്. ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ പ്രോസസ്സിന് ശേഷം ഫോം ചെയ്ത അസറ്റൈൽ കോഎൻസൈം എ 2 കാർബൺ കോമ്പൗണ്ട് ആണ്. ഓക്കെ, സോ 2 കാർബൺ കോമ്പൗണ്ടായ അസറ്റൈൽ കോഎൻസൈം എ 4 കാർബൺ കോമ്പൗണ്ടായ ഓക്സാലോ അസറ്റിക് ആസിഡുമായി കമ്പൈൻ ചെയ്ത് 6 കാർബൺ കോമ്പൗണ്ടായ സിട്രിക് ആസിഡ് ഫോം ചെയ്യുന്നു. ഇതിന് സഹായിക്കുന്ന എൻസൈമാണ് സിട്രേറ്റ് സിന്തേസ്. സിട്രേറ്റ് ഈസ് ദെൻ ഐസോമെറൈസ്ഡ് ടു ഐസോസിട്രേറ്റ്. സിട്രിക് ആസിഡ് നെക്സ്റ്റ് ഐസോമെറൈസേഷൻ നടന്ന് ഐസോസിട്രേറ്റ് ഫോം ചെയ്യുന്നു. സിട്രിക് ആസിഡ് ഫോമേഷന് ശേഷം ഐസോസിട്രേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. അത് ഈ ഡയഗ്രത്തിൽ കാണിച്ചിട്ടില്ല. ഐസോസിട്രേറ്റ് ഈസ് ഡീകാർബോക്സിലേറ്റഡ് ടു ഫോം ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്. ദിസ് സ്റ്റെപ്പ് റെഡ്യൂസസ് NAD+ ടു NADH+H+. ഐസോസിട്രേറ്റ് നെക്സ്റ്റ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡായി മാറുന്നു. ഐസോസിട്രേറ്റിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്നു. സോ ഒരു കാർബൺ നഷ്ടപ്പെടും. അങ്ങനെ 5 കാർബൺ കോമ്പൗണ്ടായ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ഫോം ചെയ്യുന്നു. ഇവിടെ NAD+, NADH+H+ ആയി മാറുന്നുണ്ട്. ഫ്രം ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് സക്സൈനൽ കോഎൻസൈം എ ഈസ് ഫോമഡ്. ദിസ് സ്റ്റെപ്പ് ഓൾസോ റെഡ്യൂസസ് NAD+ ടു NADH+H+. ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡിൽ നിന്നും വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് നഷ്ടപ്പെടുന്നു. ദാറ്റ് ഈസ് ഡീകാർബോക്സിലേഷൻ നടക്കുന്നു. ഇവിടെ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡിലേക്ക് കോഎൻസൈം എ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം 4 കാർബൺ കോമ്പൗണ്ടായ സക്സൈനൽ കോഎൻസൈം എ ഫോം ചെയ്യുന്നു. ഇവിടെയും NAD+, NADH+H+ ആയി മാറുന്നു. സക്സൈനൽ കോഎൻസൈം എ ഫോമേഷനും ടെക്സ്റ്റ് ബുക്കിലുള്ള ഡയഗ്രത്തിൽ തന്നിട്ടില്ല, പക്ഷെ അതും ഓർത്ത് വെക്കണം. Succinyl coenzyme A is converted into succinic acid. Here, a molecule of GTP is synthesized. Succinyl coenzyme A യിൽ നിന്നും coenzyme A നഷ്ടപ്പെടുന്നു. ഇവിടെ GTP ആയി മാറുന്നുണ്ട്. ഓക്കെ, GTP ഈക്വൽ ടു ATP തന്നെയാണ്. സക്സൈനൽ കോഎൻസൈം A യിൽ നിന്നും കോഎൻസൈം നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് സക്സിനിക് ആസിഡാണ്. സക്സിനിക് ആസിഡിന് ശേഷം ഫ്യൂമറേറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അതും ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടില്ല. ഓക്കെ, ഇവിടെ റിഡക്ഷൻ റിയാക്ഷൻ നടക്കുന്നുണ്ട്. FAD+ റെഡ്യൂസ് ചെയ്ത് FADH2 ഫോം ചെയ്യുന്നു. സക്സിനിക് ആസിഡ് ഈസ് ദെൻ കൺവേർട്ടഡ് ടു ഫ്യൂമറേറ്റ്. ഫ്യൂമറേറ്റ് ഈസ് ദെൻ കൺവേർട്ടഡ് ടു മാലിക് ആസിഡ്. Malic acid next form oxaloacetic acid. Here NAD+ reduces to NADH+H+. Malic acid next oxaloacetic acid ആയി മാറുന്നു. ഇവിടെയും NAD+ റിഡക്ഷൻ റിയാക്ഷൻ നടന്ന് NADH+H+ ഫോം ചെയ്യുന്നുണ്ട്. സോ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷനും ക്രബ് സൈക്കിളും കംപ്ലീറ്റ് ചെയ്തു. ഇതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നത് എവിടെയാണ്, NADH2 ഫോം ചെയ്യുന്ന സ്റ്റെപ്സ്, GTP ഫോം ചെയ്യുന്ന സ്റ്റെപ്സ്, FADH2 ഫോം ചെയ്യുന്ന സ്റ്റെപ്പ്, ഇതൊക്കെ ഓർത്തു വെക്കണം. ഇനി റെസ്പിറേഷൻ പ്രോസസ്സിന് ശേഷം ATP സിന്തസിസ് നടക്കണം, അല്ലെ, എനർജി ഫോമേഷൻ നടക്കണം.
സോ ഇലക്ട്രോൺസിനെ ഓക്സിജൻ ആക്സെപ്റ്റ് ചെയ്യുന്ന പ്രോസസ്സ് ATP സിന്തസിസ് ഇതൊക്കെ നടക്കുന്നത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ വെച്ചാണ്. ഓക്കെ, ഇലക്ട്രോൺസിനെ ഓക്സിജൻ ആക്സെപ്റ്റ് ചെയ്യുന്ന പ്രോസസ്സ് ATP സിന്തസിസ് ഇതൊക്കെ നടക്കുന്നത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ വെച്ചാണ്. സോ നെക്സ്റ്റ് വൺ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആൻഡ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. Electron transport system is the metabolic pathway through which electron passes from one carrier to another. Electron transport system ഒരു മെറ്റബോളിക് പാത്വേ ആണ്. ഇവിടെ ഇലക്ട്രോൺസ് ഒരു കാരിയറിൽ നിന്നും മറ്റൊരു കാരിയറിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇനി ഈ ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ദാറ്റ് ഈസ് എയറോബിക് റെസ്പിറേഷൻ നടക്കുന്ന സമയത്ത് NADH2, FADH2 ഇതൊക്കെ ഫോം ചെയ്യുന്നുണ്ട് അല്ലേ? ഇതൊക്കെയും ഇൻഡയറക്റ്റ് ATP മോളിക്യൂൾസ് ആണ്. NADH2, FADH2 ഇവയൊക്കെയും ATP ആയി ഡയറക്റ്റ് എനർജി മോളിക്യൂളായി കൺവേർട്ട് ചെയ്യണം. ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ദ ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ. മൈറ്റോകോൺഡ്രിയയുടെ ഇന്നർ മെംബ്രെയിനിലാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം കാണുന്നത്. മൈറ്റോകോൺഡ്രിയയുടെ സ്ട്രക്ചർ നോക്കിയാൽ ഔട്ടർ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ, മാട്രിക്സ് എന്നീ സ്ട്രക്ചേഴ്സ് കാണാം, എന്നീ പാർട്സ് കാണാം. ഓക്കെ, സോ ഇതാണ് ഔട്ടർ മെംബ്രെയിൻ, ഇതാണ് ഇന്നർ മെംബ്രെയിൻ, ഇതാണ് മാട്രിക്സ്. ഇനി ഔട്ടർ മെംബ്രെയിൻ്റെയും ഇന്നർ മെംബ്രെയിൻ്റെയും ഇടയിലായി കാണുന്ന സ്പേസ് ആണ് ഇന്റർ മെംബ്രെയിൻ സ്പേസ്. This is to release and utilize energy stored in NADH+, H+ and FADH2 formed during TCA cycle. That is TCA cycle, Tricarboxylic acid cycle സമയത്ത് ഫോം ചെയ്ത NADH2, FADH2 ഇതിൽ നിന്നൊക്കെ എനർജി റിലീസ് ചെയ്യാൻ വേണ്ടിയാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. In respiration, the energy of oxidation reduction is utilized for the phosphorylation, so-called oxidative phosphorylation. റെസ്പിറേഷൻ്റെ കേസിൽ ഓക്സിഡേഷൻ റിഡക്ഷൻ നടക്കുന്ന സമയത്ത് ഫോം ചെയ്യുന്ന എനർജി യൂട്ടിലൈസ് ചെയ്താണ് ഫോസ്ഫോറിലേഷൻ പ്രോസസ്സ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം കാണുന്നത് മൈറ്റോകോൺഡ്രിയയുടെ ഇന്നർ മെംബ്രെയിനിലാണ്. ഓക്കെ, ഇനി ഇവിടെ മാട്രിക്സ് കാണാം, അതായത് മൈറ്റോകോൺഡ്രിയയുടെ അകത്തുള്ള മാട്രിക്സ് കാണാം, ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിന് കാണാം, ദാറ്റ് ഈസ് ഇന്നർ മെംബ്രെയിന് കാണാം, ഇൻറ്റർ മെംബ്രെയിൻ സ്പേസ് കൂടി കാണാം. ഇൻറ്റർ മെംബ്രെയിൻ സ്പേസ് എന്ന് പറഞ്ഞാൽ ഔട്ടർ മെംബ്രെയിൻ്റെയും ഇന്നർ മെംബ്രെയിൻ്റെയും ഇടയിൽ കാണുന്ന സ്പേസാണ് ഇൻറ്റർ മെംബ്രെയിൻ സ്പേസ്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ കാരിയേഴ്സ് ഉണ്ട്. ഇലക്ട്രോൺസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് കാരിയേഴ്സ്. ഇന്നർ മെംബ്രെയിനിലാണ് ഇലക്ട്രോൺ കാരിയേഴ്സിനെ കാണുന്നത്. ഇലക്ട്രോൺ കാരിയേഴ്സ് കാണുന്നത് കോംപ്ലക്സുകളായാണ്. ഓക്കെ, സോ ഇവിടെ ഈ ഫിഗറിൽ ഒരുപാട് കോംപ്ലക്സുകൾ കാണാം. ദാറ്റ് ഈസ് കോംപ്ലക്സ് 1, കോംപ്ലക്സ് 2, കോംപ്ലക്സ് 3, കോംപ്ലക്സ് 4. ഇതാണ് കോംപ്ലക്സ് 1 ഓർ NADH ഡീഹൈഡ്രോജിനേസ്. ഇതാണ് കോംപ്ലക്സ് 3. നെക്സ്റ്റ് കാണുന്നത് കോംപ്ലക്സ് 3 ആണ്. ഓക്കെ, ഓൾസോ കോൾഡ് സൈറ്റോക്രോം BC1. ഇതാണ് കോംപ്ലക്സ് 2 സക്സീനേറ്റ് ഡീഹൈഡ്രോജിനേസ്. ഇതാണ് കോംപ്ലക്സ് 4 സൈറ്റോക്രോം C ഓക്സിഡേസ്. സോ ഇവിടെ വേറൊരു കോംപ്ലക്സ് കൂടി കാണാം, ATP സിന്തേസ് കോംപ്ലക്സ് കൂടി കാണാം. അതൊരു എൻസൈമാണ്. കോംപ്ലക്സ് 1ലെ മെമ്പേഴ്സാണ് FMN, FES. നെക്സ്റ്റ് കാണുന്ന കോംപ്ലക്സ് 3. കോംപ്ലക്സ് 3ലെ മെമ്പേഴ്സാണ് സൈറ്റോക്രോം B, FES, സൈറ്റോക്രോം C1. കോംപ്ലക്സ് 2ലെ മെമ്പറാണ് FES. കോംപ്ലക്സ് 4ലെ മെമ്പേഴ്സാണ് CUA, സൈറ്റോക്രോം A, സൈറ്റോക്രോം A3, CUB. ഇനി ഈ കോംപ്ലക്സുകളുടെ ഇടയിലായി പ്രോസ്തെറ്റിക് ഗ്രൂപ്പുകളുണ്ട്. ഇവിടെ UQ, ദാറ്റ് ഈസ് യുബിക്വിനോൺ കാണാം. കോംപ്ലക്സ് 1ൻ്റെയും കോംപ്ലക്സ് 3യുടെയും ഇടയിലാണ് ഇത് കാണുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് കോംപ്ലക്സ് 3യുടെയും കോംപ്ലക്സ് 2ൻ്റെയും ഇടയിലായും യുബിക്വിനോൺ കാണുന്നുണ്ട്. മറ്റൊരു പ്രോസ്തെറ്റിക് ഗ്രൂപ്പാണ് സൈറ്റോക്രോം C. കോംപ്ലക്സ് 3യുടെയും കോംപ്ലക്സ് 4ൻ്റെയും ഇടയിലാണ് സൈറ്റോക്രോം C കാണുന്നത്. ഇനി ഇവിടെ നടക്കുന്ന പ്രോസസ്സ് നോക്കാം. ഒബ്സർവ് ഹിയർ. NADH+, H+, അതായത് NADH2നെ ബ്രേക്ക് ഡൗൺ ഓർ ഓക്സിഡൈസ് ചെയ്ത് NAD+ ആക്കി മാറ്റും. ഇങ്ങനെ ബ്രേക്ക് ഡൗൺ നടക്കുമ്പോൾ ഇലക്ട്രോൺസ് ഫോം ചെയ്യുന്നുണ്ട്. ഈ ഇലക്ട്രോൺസിനെ കോംപ്ലക്സ് 1ലുള്ള FMN റിസീവ് ചെയ്യും. സോ ഇലക്ട്രോൺസിനെ കോംപ്ലക്സ് 1ലുള്ള FMNലേക്ക് പാസ് ചെയ്യും. FMNൽ നിന്നും
ഇലക്ട്രോൺസ് നെക്സ്റ്റ് FeSലേക്ക് പാസ് ചെയ്യും. FeS ഇലക്ട്രോൺസിനെ കോംപ്ലക്സ് 1ന് പുറത്തുള്ള യൂബിക്വിനോണിന് പാസ് ചെയ്യും. ഇവിടെ എനർജി റിലീസ് ചെയ്യും. ഈ എനർജി യൂസ് ചെയ്ത് മാട്രിക്സിൽ നിന്നും 4 H+ മോളിക്യൂൾസ് ഇൻറ്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ കാണാം മാട്രിക്സിൽ നിന്നും 4 H+ മോളിക്യൂൾസ് ഇൻറ്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് മൂവ് ചെയ്യും. ഇനി ഇവിടെ യൂബിക്വിനോൺ മാട്രിക്സിൽ നിന്നും 2 H+നെ സ്വീകരിക്കും. യൂബിക്വിനോൺ എന്തായി മാറും? UqH2 ആയി മാറും. ദാറ്റ് ഈസ് UqH2 ആയി മാറും. നെക്സ്റ്റ് ഇവിടെ കാണാം UqH2, അതായത് യൂബിക്വിനോൺ ആദ്യം മാട്രിക്സിൽ നിന്നും എടുത്ത ഹൈഡ്രജനെ ഇൻറ്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് പാസ് ചെയ്യും. ഓക്കെ, എങ്ങനെയാണ് പാസ് ചെയ്യുക? കോംപ്ലക്സ് 3 വഴിയാണ് പാസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് മാട്രിക്സിൽ നിന്നും എടുത്ത ഹൈഡ്രജൻ മോളിക്യൂൾസിനെ കോംപ്ലക്സ് 3 വഴി ഇൻറ്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് പാസ് ചെയ്യും. ഇവിടെ കാണുന്ന ഈ റെഡ് ലൈന് നോക്കിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഇലക്ട്രോൺസ് UqH2 ഇവിടെ നിന്നും എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? കോംപ്ലക്സ് 3യിലുള്ള സൈറ്റോക്രോം ബിയിലേക്ക് മൂവ് ചെയ്യും. നെക്സ്റ്റ് കോംപ്ലക്സ് 2 നോക്കാം. അതായത് സക്സീനേറ്റ് ഡീഹൈഡ്രോജിനേസ്. സക്സീനേറ്റ് ഫ്യൂമറേറ്റ് ആവുന്ന സമയത്ത്, സിട്രിക് ആസിഡ് സൈക്കിളിൽ സക്സീനേറ്റ് ഫ്യൂമറേറ്റ് ആവുന്ന സമയത്ത് ഉണ്ടാകുന്ന FADH2 മോളിക്യൂൾസിനെ FAD ആക്കി മാറ്റുന്നത് ഇവിടെ വെച്ചാണ്. ഓക്കെ, കോംപ്ലക്സ് 2 സക്സീനേറ്റ് ഡീഹൈഡ്രോജിനേസ് ആണ്. ഇലക്ട്രോൺസ് ഫോം ചെയ്യുന്നു. ഇലക്ട്രോൺസിനെ എങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്നു? FeSലേക്ക് പാസ് ചെയ്യുന്നു. കോംപ്ലക്സ് 2യിലുള്ള FeSലേക്ക് പാസ് ചെയ്യുന്നു. നെക്സ്റ്റ് FeS ഇലക്ട്രോൺസിനെ കോംപ്ലക്സ് 2ക്ക് പുറത്തുള്ള യൂബിക്വിനോണിന് പാസ് ചെയ്യുന്നു. യൂബിക്വിനോൺ നെക്സ്റ്റ് മാട്രിക്സിൽ നിന്നും ഹൈഡ്രജൻ എടുക്കുന്നു. UqH2 ആയി മാറും. മാട്രിക്സിൽ നിന്ന് എടുത്ത ഹൈഡ്രജന് നെക്സ്റ്റ് കോംപ്ലക്സ് 3 വഴി ഇൻറ്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് പാസ് ചെയ്യും. ഓക്കെ, നേരത്തെ നടന്നതുപോലുള്ള പ്രോസസ്സാണ്. മാട്രിക്സിൽ നിന്നും എടുത്ത ഹൈഡ്രജനെ കോംപ്ലക്സ് 3 വഴി ഇൻറ്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് പാസ് ചെയ്യും. ഇലക്ട്രോൺസിനെ എങ്ങോട്ടേക്ക് പാസ് ചെയ്യും? ഇലക്ട്രോൺസിനെ സൈറ്റോക്രോം ബിയിലേക്ക്, കോംപ്ലക്സ് 3യിലുള്ള സൈറ്റോക്രോം ബിയിലേക്ക് പാസ് ചെയ്യും. നെക്സ്റ്റ് സൈറ്റോക്രോം ബി ഇലക്ട്രോൺസിനെ FeSന് കൊടുക്കും. FeS ഇലക്ട്രോൺസിനെ സൈറ്റോക്രോം C1ന് കൊടുക്കും. ഓക്കെ, നെക്സ്റ്റ് സൈറ്റോക്രോം C1 ഇലക്ട്രോൺസിനെ സൈറ്റോക്രോം സിയിലേക്ക് പാസ് ചെയ്യും. സൈറ്റോക്രോം C ഇലക്ട്രോൺസിനെ കോംപ്ലക്സ് 4ലേക്ക് പാസ് ചെയ്യും. നെക്സ്റ്റ് ഈ ഇലക്ട്രോൺസിനെ കോംപ്ലക്സ് 4യിലുള്ള CuA വാങ്ങിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ഇലക്ട്രോൺസിനെ സൈറ്റോക്രോം എയിലേക്ക് പാസ് ചെയ്യും. നെക്സ്റ്റ് സൈറ്റോക്രോം A3യിലേക്ക് പാസ് ചെയ്യും. നെക്സ്റ്റ് CuBയിലേക്ക് പാസ് ചെയ്യും. സോ CuBയിൽ നിന്നും ഇലക്ട്രോൺസിനെ ഓക്സിജന് വാങ്ങിക്കും. ഓക്കെ, സോ ഓക്സിജന് മാട്രിക്സിൽ നിന്നും H+നെ സ്വീകരിച്ച് H2O വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്യും. ഇവിടെ മാട്രിക്സിൽ നിന്നും 2 H+ മോളിക്യൂൾസ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നുണ്ട്? കോംപ്ലക്സ് 4 വഴി ഇൻറ്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. മാട്രിക്സിൽ നിന്നും H+ ഇങ്ങനെ ഇൻറ്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? മാട്രിക്സിൽ H+ കോൺസെൻട്രേഷന് കുറയും. ഇൻറ്റർ മെംബ്രെയിൻ സ്പേസിൽ H+ കോൺസെൻട്രേഷന് കൂടും. അതായത് ഒരു ഗ്രേഡിയൻറ്റ് ഫോം ചെയ്യുന്നു. ഓക്കെ, ഇലക്ട്രോ കെമിക്കൽ ഗ്രേഡിയൻറ്റ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ഫോം ചെയ്യുന്നു. സോ H+ കോൺസെൻട്രേഷൻ കൂടിയ പ്ലേസിൽ നിന്നും കോൺസെൻട്രേഷൻ കുറഞ്ഞ പ്ലേസിലേക്ക് മൂവ് ചെയ്യും. എവിടെയാണ് കോൺസെൻട്രേഷൻ കൂടിയത്? ഇൻറ്റർ മെംബ്രെയിൻ സ്പേസിലാണ്. കോൺസെൻട്രേഷൻ കുറവ് മാട്രിക്സിലാണ്. സോ H+ ഇൻറ്റർ മെംബ്രെയിൻ സ്പേസിൽ നിന്നും മാട്രിക്സിലേക്ക് മൂവ് ചെയ്യുന്നു. എങ്ങനെയാണ് H+ മൂവ് ചെയ്യുക? ലാസ്റ്റ് ചാപ്റ്ററിൽ കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് പഠിക്കുന്ന സമയത്ത് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ? ATP സിന്തേസ് എൻസൈമിൽ കൂടിയാണ് മൂവ് ചെയ്യുക. സോ ATP സിന്തേസ് എൻസൈമിന് 2 പാർട്സ് ഉണ്ട്, F0 പാർട്ടും F1 പാർട്ടും. ATP സിന്തേസ് എൻസൈമിൻ്റെ F0 പാർട്ടിലേക്ക് H+ എൻറ്റർ ചെയ്യും. സോ F0യിൽ നിന്നും H+ നെക്സ്റ്റ് F1 വഴി മാട്രിക്സിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, സോ H+ മൂവ് ചെയ്യുന്ന സമയത്ത് ഇനാക്റ്റീവായ ATP സിന്തേസ് എൻസൈം ആക്റ്റീവായി മാറും. ATP സിന്തേസ് എൻസൈമിൻ്റെ സഹായത്തോടു കൂടി ADP എന്തായി മാറും? ATP ആയി മാറും. അതായത് എനർജി ഫോർമേഷൻ നടക്കും.
ദാറ്റ് ഈസ് NADH2, FADH2 ഇതൊക്കെയും എന്തായി മാറി? ATP ആയി മാറി. ഇതാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഇതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കുക. ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗറും കൂടി ഓർത്ത് വെച്ചാൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഈസിയായി ഓർത്ത് വെക്കാൻ പറ്റും.